ഫർഹാനെ, കൊല്ലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈറ്റില്ലമാണ് എന്നാണ് എക്കാലവും കേട്ടിട്ടുള്ളത്. കൊല്ലത്ത് CPM-നും മറ്റ് ഇടതുപക്ഷ പാർട്ടികൾക്കും നല്ല വേരോട്ടമുള്ള മണ്ണാണ്. ആ മണ്ണ് മാറി ചിന്തിക്കില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ അവസ്ഥ കൊല്ലം മാറുന്നു, കൊല്ലം വലത്തേക്ക് തിരിയുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടല്ലേ. ആ ഒരു ചോദ്യത്തിന് മറുപടി, അതായത് കൊല്ലം അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അതായത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ കൊല്ലത്താണ് ഉള്ളത് എന്ന് പറഞ്ഞവരാണവർ. ആ ഒരു സാധ്യതകൾ, അവർക്ക് ഒരുപാട് സാധ്യതകൾ, അതായത് എല്ലാ മണ്ഡലങ്ങളിലും 11 മണ്ഡലങ്ങളിലും വിജയിച്ചു വരാനുള്ള സാധ്യത ഉള്ളപ്പോഴും അവർ ഇന്ന് കൊല്ലം കോർപ്പറേഷനിൽ പോലും അവർക്ക് കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ച സമയം മുതൽ അവർ ആ ഒരു സീറ്റ് നിലനിർത്തി പോവുകയാണ്. എന്നിട്ടും കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാധ്യതയാണ്. ആ ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് തീർച്ചയായിട്ടും എന്താ പറയുന്ന ഭരണവിരുദ്ധ വികാരം അത് അല്ല എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യം അത് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമാണ്. അതിനപ്പുറത്തേക്ക് പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ മറുപടിയാണ് എന്ന് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതായത് വേറൊരു കാര്യം, ഇപ്പോൾ നിലവിൽ 2 മണ്ഡലങ്ങൾ, കുണ്ടറയും കരുനാഗപ്പള്ളിയും, CR മഹേഷിന്റെ കരുനാഗപ്പള്ളിയും PC വിഷ്ണുനാഥിന്റെ കുണ്ടറയും, ഇതല്ലാതെ മറ്റ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് മുന്നേറ്റം നടത്താൻ കഴിയുമെന്നും അല്ലെങ്കിൽ CPM-ൽ നിന്നും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ നിലവിലുള്ള മണ്ഡലങ്ങൾ, ഈ 2 മണ്ഡലങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള 2 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ ഒരിക്കലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര് തന്നെയായാലും അവരുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള 2 നേതാക്കന്മാരും ആ നാടിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അവർ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു 2 മണ്ഡലങ്ങളിൽ തോൽവിയില്ല എന്നുള്ളത് നമുക്കിവിടെ പറയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം, കൊല്ലം മണ്ഡലം, അതായത് ഇടതു തരംഗം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതു മണ്ഡലത്തിൽ മുകേഷ് എന്ന് പറയുന്ന MLA, ആ ഒരു MLA ജയിച്ചത് വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ്. അതായത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ആ ഒരു MLA അത്തരത്തിൽ ഒരു ഭൂരിപക്ഷത്തിലാണ്, അതായത് 4000-അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആ ഒരു ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു MLA കൊല്ലം മണ്ഡലവും തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണി കരുത്തോടെ കൊല്ലം മണ്ഡലത്തിൽ നിന്നും തിരിച്ചു വരും എന്ന് എനിക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ പല മണ്ഡലങ്ങളും ഉണ്ട്. പത്തനാപുരം, ഇപ്പം ഫർഹാൻ വരുന്നത് പത്തനാപുരം മണ്ഡലത്തിലാണ്. പത്തനാപുരം മണ്ഡലത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ ഉയരുന്നത്. അവിടെ കൊടിക്കുന്നിൽ സുരേഷും ജ്യോതികുമാർ ചാമക്കാലയും തമ്മിൽ, KPC സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാലയും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട്, പടലപ്പിണക്കങ്ങളുണ്ട്. പല ഇന്റർവ്യൂകൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പടലപ്പിണക്കങ്ങൾ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കൂട്ടമാണല്ലോ. അപ്പോൾ ജനാധിപത്യപരമായി എന്ത് വേണമെങ്കിലും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കോൺഗ്രസിനകത്തുണ്ട്. പത്തനാപുരം ഈ പ്രാവശ്യം മാറി ചിന്തിക്കുമോ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസിനകത്ത് ആശയ സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ പാർട്ടിക്കകത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം, പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്. അതിനകത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത് കൊണ്ട് എല്ലാവരും പറയും. പിണറായി വിജയനെതിരെ ശബ്ദിച്ച PV അൻവറിനെ പാർട്ടി പുറത്താക്കി. അങ്ങനെ ഈ ഒരു പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും, അതായത് പാർട്ടിയെ നമുക്ക് വിമർശിക്കാം, പാർട്ടിക്കകത്തുള്ളവരെ വിമർശിക്കാനുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MPയും ജ്യോതികുമാർ ചാമക്കാല, അതായത് കഴിഞ്ഞ വർഷം പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് തോറ്റ സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല, അദ്ദേഹവും ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് MPയുമായിട്ട് ആശയപരമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ടാകാം എന്നുള്ളത് നമുക്കറിയാം. അത് നമ്മൾ കഴിഞ്ഞ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പത്തനാപുരം മണ്ഡലത്തിൽ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് അവരുടെ ആശയപരമായിട്ടുള്ള ആ ഒരു തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു പ്രശ്നങ്ങൾ, അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഒരിക്കലും അതിനൊരു ആയുധമാക്കി എടുക്കില്ല. അല്ലെങ്കിൽ ഈ പ്രവർത്തകരോ അല്ലെങ്കിൽ ഈ പാർട്ടിക്കാരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ, ഈ 2 നേതാക്കന്മാരും അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ് എന്നുള്ളതാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷം 2 മാസം മാത്രം പത്തനാപുരം മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ജയിച്ചത്, അതായത് ഏറ്റവും വലിയ, അതായത് വികസന നായകൻ എന്ന് പറയുന്ന KB ഗണേഷ് കുമാറിനെ 14,000-അപ്പുറം വോട്ടിന്റെ ഭൂരിപക്ഷത്തേക്ക് കടത്തിവിട്ടില്ല.
അപ്പോൾ അത്തരത്തിൽ 14,000 വോട്ടിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം കടത്തിവിടാതെ ആ ഒരു വലിയ മുന്നേറ്റമാണ്, തോറ്റുപോയെങ്കിലും ആ ഒരു വലിയ മുന്നേറ്റം പത്തനാപുരത്തിന്റെ മണ്ണിൽ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറഞ്ഞ വ്യക്തി. അതുപോലെ 11 മണ്ഡലങ്ങളുള്ള നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്. അതിൽ എത്രത്തോളം, അതായത് തിരുവനന്തപുരത്ത് ഇടത് MLA-മാരാണ് ഭൂരിഭാഗവും. കോവളം വിൻസെന്റ് MLA ഒഴികെ ബാക്കി എല്ലാവരും ഇടത് ആണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അതിനുശേഷം കൊല്ലത്തേക്ക് വരുമ്പോഴും കൊല്ലത്തും ഇപ്പോൾ ഉള്ളത് ആകെ 2 സീറ്റുകളാണ്. ഈ കൊല്ലവും തിരുവനന്തപുരവും പിടിച്ചാൽ മാത്രമേ ഒരു മുന്നോട്ട് പോക്ക് UDF-ന് അടുത്ത തിരഞ്ഞെടുപ്പ് സാധ്യമാകും, വിജയത്തിലേക്ക് എത്താൻ കഴിയും. കൊല്ലത്ത് ഈ 3 സീറ്റുകളല്ലാതെ വേറെ എവിടെ പ്രബലമായ രീതിയിൽ ഒരു ടൈറ്റ് ഫൈറ്റിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലുണ്ടോ? കൊല്ലത്ത് പല മണ്ഡലങ്ങളിലും സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും MLA-മാർ തിരുവനന്തപുരത്ത് നിന്ന് വന്നു. ആ തിരുവനന്തപുരത്ത് നിന്ന് വന്ന MLA-മാരുണ്ടായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-യുടെ കൈകളിലേക്ക് പോയില്ലേ? അത്തരത്തിൽ BJP-യുടെ കൈകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ശരിയായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അതായത് ഇടതിനെതിരെയുള്ള ഒരു ജനവിധിയല്ലേ അത്. അത്തരത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം അവിടെ വന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു BJP-ക്ക് അവിടെ ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചത്. അല്ല, ഇത്രയും MLA-മാരുണ്ടായിട്ടും അവിടെ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമല്ലേ? അപ്പം അവിടെ ഇപ്പോൾ നിലവിലുള്ള MLA-മാരെ ഒന്നും അവർക്ക് ദഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അത്തരത്തിൽ അങ്ങനെ ഒരു സാധ്യതയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഐക്യജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എതിർ പാർട്ടിക്കാർക്കോ അവിടെ ഒരു വ്യക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കൊല്ലത്തേക്ക് തിരിച്ചു വരുമ്പോൾ കൊല്ലത്ത് ഇപ്പോൾ നമ്മൾ കുണ്ടറ സംസാരിച്ചു, അതേപോലെ കരുനാഗപ്പള്ളി, കൊല്ലം സംസാരിച്ചു, പത്തനാപുരം സംസാരിച്ചു, മറ്റിപ്പം രവിയൂരുണ്ട്, അതേപോലെ ചടയമംഗലമുണ്ട്, പുനലൂരുണ്ട്, ചവറയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളുടെ സാധ്യതകൾ എങ്ങനെയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന തലത്തിൽ നോക്കുമ്പോൾ? കൊല്ലത്ത് ഇപ്പോൾ നിലവിലുള്ള മണ്ഡലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ജനങ്ങൾ കൈവിടില്ല, ഐക്യജനാധിപത്യ മുന്നണിയെ കൈവിടാത്ത മണ്ഡലങ്ങളാണത്. പിന്നീട് നമ്മൾ വരികയാണെങ്കിൽ പത്തനാപുരം മണ്ഡലത്തിലും ഇപ്രാവശ്യം എങ്ങോട്ട് വേണമെങ്കിലും ചായാം, അല്ലെങ്കിൽ ജനങ്ങളുടെ വിധി എപ്രകാരമാകണമെന്ന് നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. മറ്റ് മണ്ഡലങ്ങളെ പറ്റി, പത്തനാപുരത്തെ പറ്റി നമ്മൾ സംസാരിച്ചു. മറ്റ് മണ്ഡലങ്ങൾ ഇപ്പം പുനലൂരുണ്ട്, ചടയമംഗലമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം എങ്ങനെയായിരിക്കും? ഇപ്പോൾ പുനലൂര് നഗരസഭയിൽ ഭരണസമിതി പിടിച്ചെടുത്തത് LDF ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ UDF-ന് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ UDF-ന്റെ മുന്നേറ്റം ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഈ പ്രാവശ്യം UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് വീശുന്നുണ്ട്. പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം UDF-ന് അനുകൂലമായിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട്. ഏതെങ്കിലും നല്ല പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, നേതാക്കന്മാരാണ് അവിടേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ ഒരു പുനലൂർ മണ്ഡലവും സുഖമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഭദ്രമാകും എന്നുള്ള കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളെ നോക്കുകയാണെങ്കിൽ കുന്നത്തൂർ മണ്ഡലം, അതുപോലെ തന്നെ ചവറ മണ്ഡലം, ഇതെല്ലാം ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധ്യതകളുള്ള മണ്ഡലമാണ്. അത് നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ എങ്ങനെയാകും അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രഗത്ഭരായ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മോശം സ്ഥാനാർത്ഥിയാണ് അവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഈ പറയുന്ന പോലെ കൊല്ലത്ത് പല മണ്ഡലങ്ങളും കൈവിട്ടു പോകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ നിന്ന്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വലിയൊരു മുന്നേറ്റം കേരളം ഒട്ടാകെ എന്തായാലും ഇപ്പൊ UDF തരംഗമായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഐക്യജനാധിപത്യ മുന്നണിക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.